യു.പി. മുഖ്യമന്ത്രി യോഗിയുടെ എല്ലാ അധികാരങ്ങളും സുപ്രീം കോടതി ഇല്ലാതെയാക്കി. ഒരിക്കൽ നൽകിയ താക്കീത് കാറ്റിൽ പറത്തിയതുകൊണ്ടാണ് സുപ്രീം കോടതി അവസാനമായിട്ട് ഈ വിധി പുറപ്പെടുവിച്ചത്. പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരിക്കാത്ത ഏതൊരു ഭരണാധിപനെയും നിലയ്ക്ക് നിർത്താൻ ഇന്ന് സുപ്രീം കോടതിക്ക് പറ്റും. എന്നാൽ ഈ അടി യോഗിക്ക് മാത്രമുള്ളതല്ല, അസം മുഖ്യമന്ത്രി ഹിമന്തയ്ക്ക് കൂടിയുള്ളതാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ എന്തെങ്കിലും ഒരു കാരണം കാണിച്ചു പുറത്തേക്ക് എറിയുക എന്നുള്ളതാണ് എക്കാലത്തെയും ഈ രണ്ടു പേരുടെയും പരിപാടി. അതിനായിട്ടാണ് ഇന്ന് സുപ്രീം കോടതി കൊട്ടുകൊടുത്തിരിക്കുന്നത്. ബുൾഡോസർ രാജ് ഇനി ഈ രാജ്യത്ത് നടപ്പാക്കില്ല എന്ന് അടിവരയിട്ട് സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. നേരവും കാലവുമില്ലാതെ തോന്നിയ പടി തോന്നുന്ന ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ബുൾഡോസർ ആയിട്ട് വരിക, കെട്ടിടങ്ങളെ ഇടിച്ചു നിരത്തി പൊളിക്കുക, എന്നിട്ടോ അനാഥമാകുന്ന ആ മനുഷ്യരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ യോഗിയും ഹിമന്തയും വീണ്ടും അടുത്ത ബുൾഡോസർ രാജുമായിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇക്കാലം അത്രയും കണ്ടത്. എന്നാൽ അതിനി നടക്കില്ല എന്ന് കോടതി ഒരിക്കൽ താക്കീത് നൽകി. പക്ഷേ അതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ യോഗിയും ഹിമന്തയും വീണ്ടും ബുൾഡോസറുമായി ഇറങ്ങുകയും പല കെട്ടിടങ്ങളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ച് ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ തക്കം പാർത്തിരുന്ന് വീണ്ടും സുപ്രീം കോടതി യോഗിയെ അടിച്ചു നിരത്തുകയാണ്. ബുൾഡോസർ ഉപയോഗിച്ച് ക്രിമിനൽ കേസ് പ്രതികളെ നേരിടുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ വീണ്ടും സുപ്രീം കോടതി വിമർശിച്ചു. ക്രിമിനൽ കേസ് പ്രതിയാണെന്ന് കരുതി ബുൾഡോസർ ഉപയോഗിച്ച് വീട് പൊളിക്കരുത്. അനധികൃത നിർമ്മാണമായാലും പൊളിക്കും മുൻപ് നോട്ടീസ് നൽകണം. അനധികൃത നിർമ്മാണം ഒഴിപ്പിക്കുന്നത് കാരണം ആരും തെരുവിലാക്കപ്പെടരുത്. കൂടാതെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ മതവിഭാഗക്കാരുമുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ എല്ലാ മതവിഭാഗക്കാർക്കും വേണ്ടിയാണ്. മതവിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പാടില്ലെന്നും രണ്ട് തെറ്റു ചേർന്നാൽ ഒരു ശരിയാകില്ലെന്നും സുപ്രീം കോടതി വിശദീകരിച്ചു. അതായിരുന്നു കോടതിയുടെ കൃത്യമായ മറുപടി. മുസ്ലിങ്ങൾക്ക് കൂടി ജീവിക്കാൻ അവകാശമുള്ള മണ്ണാണിത് എന്ന് യോഗിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തു കോടതി. ഇവിടെ വീടുകൾ കുറവുള്ളത് കൊണ്ടാണ് അനധികൃതമായി കയ്യേറുന്നതെന്നും വീടുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവറും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ ബുൾഡോസർ രാജിനെ സുപ്രീം കോടതി മാത്രമല്ല, അന്താരാഷ്ട്ര സംഘടനയായ UN വരെ എതിർക്കുന്നുണ്ട്. എന്നാൽ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാജ്യാനന്തര ഏജൻസിയുടെ അഭിപ്രായം ആവശ്യമില്ലെന്നുമായിരുന്നു തുഷാർ മേത്തയുടെ മറുപടി. സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന ബുൾഡോസർ രാജ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് പരാമർശം. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വീടുകൾ പൊളിക്കുന്ന സ്ഥിതി ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്നു. ഇതടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിൽ സുപ്രീം കോടതി വിശദമായ വാദം കേട്ടു.